ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഞ്ചായത്തി രാജിനെ കുറിച്ചാണ് പഠിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നതാണ് നമ്മുടെ തലക്കെട്ട്. പഞ്ചായത്തി രാജിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്ന് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടോടെയാണ് ഈ പാഠം തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നാൽ മുഴുവൻ ഇന്ത്യയുടെയും സ്വാതന്ത്ര്യമാണ്. താഴെ തട്ടിലാണ് സ്വാതന്ത്ര്യം ആരംഭിക്കേണ്ടത്. അതിനാൽ ഓരോ ഗ്രാമവും ഓരോ റിപ്പബ്ലിക് ആകുന്നു. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തവും അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തരുമായിരിക്കും. അസംഖ്യം ഗ്രാമങ്ങളാൽ നിർമ്മിതമായ ഈ ഘടന വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന വലയങ്ങൾ പോലെയാണ്. ഇവിടെ ജീവിത അടിത്തറയുടെ ബലത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഉപരിതലമുള്ള ഒരു പിരമിഡ് പോലെയാണ്. അപ്പോൾ ഗാന്ധിജി ഗ്രാമങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അധികാരം വികേന്ദ്രീകരണത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് പ്രാദേശിക ഗവൺമെൻറ്റുകളാണ്. വികേന്ദ്രീകരണത്തിൻ്റെ അധികാരം വേർതിരിച്ചു കൊടുക്കുന്നതിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് പ്രാദേശിക ഗവൺമെൻറ്റുകളാണ്. സംസ്ഥാനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള അധികാരവും അനുമതിയുമുണ്ട്. ഗ്രാമതലത്തിലും ജില്ലാതലത്തിലും പ്രാദേശിക ഗവൺമെൻറ്റാണ് ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രാദേശിക ഗവൺമെൻറ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഏതിനെയാണ്? അത് നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവയെയാണ്. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് 20 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലാണ്. അപ്പം ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഏതൊക്കെ പ്രദേശത്താണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണെന്ന് ചോദിച്ചാൽ 20 ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങളുള്ള സംസ്ഥാനങ്ങളിലാണ്. പുരാതന ഇന്ത്യയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മാതൃകകൾ അറിയപ്പെടുന്നത് സഭ അല്ലെങ്കിൽ സമിതി എന്നായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു ആണ്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ആണ്. ഇത് രണ്ടും നമ്മളോട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭു ആണ്. റിപ്പൺ പ്രഭു രൂപീകരിച്ച പ്രാദേശിക ഗവൺമെൻറ്റുകൾ അറിയപ്പെടുന്നത് പ്രാദേശിക ബോഡികൾ എന്നാണ്. റിപ്പൺ പ്രഭു രൂപീകരിച്ച പ്രാദേശിക ഗവൺമെൻറ്റുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അത് പ്രാദേശിക ബോർഡുകൾ എന്നായിരുന്നു. മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത് റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് 1882 ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം 1919. അപ്പം നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കാൻ കാരണമായ നിയമമുണ്ട്. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം 1919. ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ്. പഞ്ചായത്തി രാജ് എന്ന പദം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഗാന്ധിജി. ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജി. ഇമ്പോർട്ടൻ്റ്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയും പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവുമാണ്. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലെ അനുച്ഛേദം 40 ഭാഗം 4 പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? അത് ആർട്ടിക്കിൾ 40 ഭാഗം 4 പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് രാജിൻ്റെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക അത് 11ാമത്തെ പട്ടികയാണ്. അപ്പം പഞ്ചായത്ത് രാജിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണെന്ന് ചോദിച്ചാൽ അത് 11. ഭാഗം 4 ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്.
പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭരണഘടനാ ഭേദഗതിയാണ് 1992 73-ാം ഭരണഘടനാ ഭേദഗതി. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പല രൂപത്തിൽ കാണാൻ സാധിക്കും. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി 1992 73-ാം ഭേദഗതി മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻറ്റ്. പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. എവിടെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്നത്? രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ. പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വർഷം ചോദിച്ചാൽ അത് 1959 ഒക്ടോബർ 2 ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു. ഇനി പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ്? അത് 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1993 ഏപ്രിൽ 24 നമ്മുടെ 1992 73-ാം ഭേദഗതി എന്നാണത് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 1993 ഏപ്രിൽ 24 ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 9 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 73-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 9 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 73-ാം ഭേദഗതിയാണ്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ആദ്യം വന്നത് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24 അപ്പം 1993 ഏപ്രിൽ 24 നിയമം നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജ് ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? അത് ഏപ്രിൽ 24. ഓക്കെ. ത്രിതല പഞ്ചായത്ത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ത്രിതല നോക്കിക്കോണം. 3 പേരുണ്ട്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം. അപ്പോൾ ആരാണ്? ബൽവന്ത് റായ് മേത്ത. 3 പേരുള്ള ആളാന്ന് ഓർത്തോണം. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ബൽവന്ത് റായ് മേത്തയാണ് കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി അത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. പഞ്ചായത്ത് രാജ് സംവിധാനം ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഇനി ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 21 വയസ്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 21 വയസ്സാണ്. 21 വയസ്സുള്ള ഒരു ഇന്ത്യൻ പൗരന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അതായത് നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സാധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷം? 5 വർഷമാണ്. 5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പും പിരിച്ചുവിടാൻ സാധിക്കും. കാലാവധിക്ക് മുൻപേ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. അനന്തശയനം അയ്യങ്കാറെക്കുറിച്ച് പറയുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. ജനാധിപത്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ്. അതിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ പരിവർത്തനപ്പെടുത്തുവാനും ജനാധിപത്യ മൂല്യങ്ങൾ അധിഷ്ഠിതമായ ഗവൺമെൻറ്റുകൾ അവിടങ്ങളിൽ രൂപീകരിക്കാനും നമുക്ക് കഴിയണം എന്ന് പറഞ്ഞത്
അനന്തശയനം അയ്യങ്കാറാണ്. ഇനി പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ ത്രിതല ഘടനയെക്കുറിച്ചാണ് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ ഇതിനെ തിരിക്കുന്നു. ചെറിയ സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജിന് മധ്യസമിതി രൂപീകരിക്കണമെന്ന് നിർബന്ധമില്ല. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ പഞ്ചായത്ത് രാജിന് 3 ഘടനകളാണ് ഉള്ളത്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്, ഗ്രാമീണ വികസന പദ്ധതി. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വന്നത് 1952 ഒക്ടോബർ 2-നാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. എന്നാണിത് നിലവിൽ വന്നത്? 1952 ഒക്ടോബർ 2-ന്. പഞ്ചായത്ത് രാജിൻ്റെ മുൻഗാമി എന്ന് വിശേഷിക്കപ്പെടുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. പഞ്ചായത്ത് രാജിൻ്റെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. 1960കളോടെ മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സമിതികൾ രൂപീകരിച്ചു. പ്രാദേശിക സ്വയംഭരണത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മിറ്റികളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. നമ്മൾ എന്താ പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ ഇവിടെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരാൻ കാരണമായത്. അടുത്തതാണ് സന്താനം കമ്മിറ്റി, ദെൻ അശോക് മേത്ത കമ്മിറ്റി. അടുത്തത് ഹനുമന്തറാവു കമ്മിറ്റി, GVK റാവു കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റി എന്നിവയാണ് കമ്മിറ്റികൾ. ഇനി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെക്കുറിച്ച് നമുക്ക് നോക്കാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെയും പ്രവർത്തനം പരിശോധിക്കാനും അവയുടെ മികച്ച പ്രവർത്തനത്തിനുള്ള നടപടികൾ നിർദ്ദേശിക്കാനുമായി 1957 ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്തയായിരുന്നു ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. എന്തിനാണ് ഈ കമ്മിറ്റിയെ നിയമിച്ചത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെയും പ്രവർത്തനം പരിശോധിക്കാനും ഇവയുടെ മികച്ച പ്രവർത്തനത്തിലുള്ള നടപടികൾ നിർദ്ദേശിക്കാനുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് 1957 നിയമിച്ച കമ്മിറ്റിയായിരുന്നു ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അദ്ദേഹം തന്നെയായിരുന്നു ഈ കമ്മിറ്റിയുടെ ചെയർമാനും. 1957 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന പദ്ധതി സ്ഥാപിക്കാൻ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ഈ പദ്ധതി ആത്യന്തികമായി പഞ്ചായത്ത് രാജ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന ഒരു പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ഈ പദ്ധതിയെ ആത്യന്തികമായി എന്ത് വിളിക്കുന്നു? പഞ്ചായത്ത് രാജ് എന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വെച്ച ശുപാർശയായിരുന്നു ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കണം. വില്ലേജ് തലത്തിൽ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതിയും ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്തും സ്ഥാപിക്കുക. ഇനി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാകണം. 3. ആസൂത്രണ വികസന പ്രവർത്തനങ്ങളോടൊപ്പം ശരിയായ അധികാരവും ഉത്തരവാദിത്വവും ഇത്തരം സമിതികൾക്ക് കൈമാറുക. ജില്ലാ കളക്ടറായിരിക്കണം ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടറാണ് ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. ചില സംസ്ഥാനങ്ങൾ ത്രിതല പഞ്ചായത്തുകൾക്ക് പുറമെ സിവിൽ, ക്രിമിനൽ കേസുകൾ വിചാരണ ചെയ്യുന്നതിന് ന്യായ പഞ്ചായത്തുകളും രൂപീകരിച്ചിട്ടുണ്ട്. നെഹ്റുവും അംബേദ്കറും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചിരുന്നില്ല എന്നും പറയപ്പെടുന്നു. അടുത്തതാണ് സന്താനം കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. എന്താണ് സന്താനം കമ്മിറ്റി? പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ പഠനം നടത്താൻ ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റി ആണ് സന്താനം കമ്മിറ്റി. അടുത്തതാണ് അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനം പുനരുജ്ജീവിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിനായി 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കാനും, അതായത് വീണ്ടെടുക്കാനും അതിന് ശക്തിപ്പെടുത്താനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും വേണ്ടിയിട്ട് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെൻറ്
1977 നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു അശോക് മേത്ത കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ശുപാർശകളാണ് ത്രിതല സമിതിക്ക് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിർദ്ദേശിച്ചു. അപ്പോൾ ത്രിതലം നിർദ്ദേശിച്ചത് ബൽവന്ത് റായിയും ദ്വിതലം പഞ്ചായത്ത് എന്ന ആശയം കൊണ്ടുവന്നത് അശോക് മേത്തയുമാണ്. ജില്ലാതലത്തിൽ ജില്ലാ പരിഷത്തും ബ്ലോക്ക് തലത്തിൽ മണ്ഡൽ പഞ്ചായത്തും, ജില്ലയിൽ ജില്ലാ പരിഷത്ത്, ബ്ലോക്ക് തലത്തിൽ മണ്ഡൽ പഞ്ചായത്ത്. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണം. 3. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ തുടക്കം ജില്ലാ തലങ്ങളിൽ നിന്നാവണം. 4. പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണം. ഇതാണ് ഇമ്പോർട്ടൻ്റ്. പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അത് അശോക് മേത്ത കമ്മിറ്റി ആണ്. ജനതാ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കാത്തതിനാൽ ഈ ശുപാർശകൾ നടപടിയെടുക്കാൻ കഴിയാതെ പോയി. അപ്പം ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അശോക് മേത്ത കമ്മിറ്റി വരുന്നു. അശോക് മേത്ത കമ്മിറ്റി മുൻപോട്ട് വെച്ച ഏറ്റവും വലിയ ഒരു ശുപാർശയായിരുന്നു പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്നത്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് EMS നമ്പൂതിരിപ്പാട്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്നു. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഹനുമന്തറാവു കമ്മിറ്റി ജില്ലാതല ആസൂത്രണത്തെക്കുറിച്ചും പഠിക്കാൻ ആസൂത്രണ കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹനുമന്തറാവു കമ്മിറ്റി. GVK റാവു കമ്മിറ്റി ഗ്രാമവികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കുമായി നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടി 1985 ആസൂത്രണ കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. ശുപാർശകൾ: അധികാര വികേന്ദ്രീകരണത്തിൽ ജില്ലാ പരിഷത്തിന് പ്രാധാന്യം നൽകുക. അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാന തലത്തിലുള്ള ചില ആസൂത്രണ പ്രവർത്തനങ്ങൾ ജില്ലാ തലത്തിലേക്ക് കൈമാറണം. ജില്ലാതല വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ വികസന കമ്മീഷണറെ നിയമിക്കുക. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് നിശ്ചിത ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നിവയായിരുന്നു GVK റാവു കമ്മിറ്റിയുടെ ശുപാർശകൾ. അടുത്തതാണ് LM സിംഗ്വി കമ്മിറ്റി. LM സിംഗ്വി കമ്മിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജനാധിപത്യത്തിനും വികസനത്തിനുമായി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ 1986 രാജീവ് ഗാന്ധി സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു LM സിംഗ്വി കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ശുപാർശകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ഭരണഘടനാപരമായി അംഗീകരിക്കണമെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തണം. വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായി ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണം. ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ, തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ജുഡീഷ്യൽ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കണം. ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്നതിനായി ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം എന്നിവയായിരുന്നു LM സിംഗ്വി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകൾ. അടുത്തതാണ് PK തുങ്കൻ കമ്മിറ്റി. ജില്ലാ ആസൂത്രണത്തിനായി ജില്ലയിൽ ഭരണരാഷ്ട്രീയ ഘടനയെക്കുറിച്ചും പരിശോധിക്കാൻ 1988 രൂപീകരിച്ച പാർലമെൻ്ററി സബ് കമ്മിറ്റി. ശുപാർശകൾ: പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലായി പഞ്ചായത്ത് രാജിന് ത്രിതല സംവിധാനം നൽകണം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തെ നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണം. ഓരോ സംസ്ഥാനത്തും ഓരോ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം എന്നിങ്ങനെ പറഞ്ഞ കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് 1989 PK തുങ്കൻ കമ്മിറ്റി. അടുത്ത കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്ന് പരിശോധിക്കുന്നതിനായി INC നിയമിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശകൾ: പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം.
ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കണം. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ കാലാവധി 5 വർഷമായി നിജപ്പെടുത്തണം. പഞ്ചായത്ത് രാജിൻ്റെ 3 തലങ്ങളിലേക്കും അംഗങ്ങളെ കണ്ടെത്തുന്നതും തിരഞ്ഞെടുപ്പ് വഴിയാകണം. പഞ്ചായത്ത് രാജിൻ്റെ 3 തലങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുക. SC, ST, സ്ത്രീകൾ എന്നിവർക്ക് സീറ്റുകളിൽ സംവരണം നൽകണം. പഞ്ചായത്തുകൾക്ക് ധനസഹായം അനുവദിച്ചു നൽകുന്നതിന് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുക. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം 33%. കേരളത്തിൽ 50% നൽകുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി 50% വനിതാ സംവരണം നൽകിയ സംസ്ഥാനം ബീഹാറാണ്. ഇനി ഗ്രാമസഭ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഗ്രാമസഭയാണ്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 243A. അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിത്തറയാണ് ഗ്രാമസഭ. ഗ്രാമസഭകൾ കൂടുന്നുണ്ട് അല്ലേ. ഈ ഗ്രാമസഭ നഗരത്തിൽ അറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ്. നമുക്കറിയാം അല്ലേ. വാർഡിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഭരണാധികാരികൾ നടത്തുന്നതാണ് വാർഡ് സഭ. അപ്പോൾ ഈ ഗ്രാമസഭയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 243A ആണ്. ഗ്രാമസഭ ഒരു സ്ഥിരം സമിതിയാണ്. ഗ്രാമസഭാ യോഗങ്ങൾ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും വിളിച്ചു കൂട്ടിയിരിക്കണം. ഗ്രാമസഭാ യോഗങ്ങൾ 3 മാസത്തിൽ ഒരിക്കൽ വിളിച്ചു കൂട്ടണം. ഗ്രാമസഭ സാധാരണയായി സമ്മേളിക്കുന്നത് ജനുവരി 2, ഏപ്രിൽ 13, ജൂലൈ 1, ഒക്ടോബർ 3 തീയതികളിലായിട്ടാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലേ. വാർഡ് മെമ്പറാണ്. നമ്മുടെ വാർഡിലെ കൗൺസിലർ ഇല്ലേ, അവരാണ് ഈ വാർഡ് സഭ വിളിച്ചു ചേർക്കേണ്ടത്. ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമസഭയുടെ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും. വാർഡിൽ നിന്നും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആചരിച്ചത് 1999, 2000 കാലഘട്ടമാണ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണം. പഞ്ചായത്ത് പ്രദേശത്തെ പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാരും ഇതിൽ അംഗങ്ങളാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭ അതിൻ്റെ പ്രവർത്തനങ്ങളും ചുമതലകളും തീരുമാനിക്കുന്നത്. ഇനി അയൽക്കൂട്ടം. ഗ്രാമസഭയുടെ സഹായ ഗ്രൂപ്പായി 20 മുതൽ 25 വരെയുള്ള വനിതകളുടെ ഇടയിൽ സ്വയം സഹായ സംഘങ്ങളായി പ്രവർത്തിക്കുന്നതാണ് അയൽക്കൂട്ടം. 11ാം പട്ടികയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ: കൃഷി, നീർത്തട വികസനം, ചെറുകിട ജലസേചനം, ചെറുകിട വ്യവസായം, ഗ്രാമീണ ഭവന നിർമ്മാണം, കുടിവെള്ളം, റോഡുകൾ, കലുങ്കുകൾ, ഗ്രാമീണ വൈദ്യുതീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ, വിദ്യാഭ്യാസം, പ്രൈമറി, സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങളും, സാങ്കേതിക പരിശീലനവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും, വയോജന അനൗപചാരിക വിദ്യാഭ്യാസം, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, വിപണികളും മേളകളും, ആരോഗ്യവും ശുചിത്വവും, ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബക്ഷേമം, സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരോഗതി, സാമൂഹ്യക്ഷേമം, പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, പൊതുവിതരണ സമ്പ്രദായം എന്നിവയാണ് 11ാം പട്ടികയിൽ വരുന്നത്. ഇനി 12ാം പട്ടികയിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങളാണ് അഗ്നിശമന സേവനങ്ങൾ, പൊതുജനാരോഗ്യം, നഗരാസൂത്രണം, നഗരവൽക്കരണം, ജനന മരണ രജിസ്ട്രേഷൻ, മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ എന്നിവയാണ് 12ാം പട്ടികയിൽ വരുന്നത്. മുനിസിപ്പാലിറ്റി. ജനസംഖ്യ കുറഞ്ഞ ചെറിയ നഗരങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇവിടെ ജനസംഖ്യ 20,000 മുതൽ 3 ലക്ഷം വരെയാണ് കണക്കാക്കുന്നത്. കേരളത്തിൽ ആകെ 87 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. മുനിസിപ്പാലിറ്റികളുടെ തലവൻ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിരിക്കും. ഇനി കോർപ്പറേഷൻ ആണെങ്കിലോ, ജനസംഖ്യ കൂടിയ വലിയ നഗരങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ജനസംഖ്യ 3 ലക്ഷത്തിന് മുകളിലായിരിക്കും ഇവിടെ. കേരളത്തിൽ ആകെ എത്ര കോർപ്പറേഷനുകളുണ്ട്? 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. കോർപ്പറേഷനുകളുടെ തലവൻ ആരാണ്? അത് മേയറാണ്. ഇനി നമുക്ക് പ്രധാന ആർട്ടിക്കിളുകളൊന്ന് പഠിക്കാം. 234A എന്താണ്? ഗ്രാമസഭ. 243D പഞ്ചായത്തിലെ SC ST സംഭരണം. 243E പഞ്ചായത്തുകളുടെ കാലാവധി. 243J പഞ്ചായത്തുകളുടെ കണക്ക് ഓഡിറ്റ്. 243K പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. 243U മുനിസിപ്പാലിറ്റികളുടെ കാലാവധി. 243U മുനിസിപ്പാലിറ്റികളുടെ കാലാവധി. 243Z മുനിസിപ്പാലിറ്റി
മുനിസിപ്പാലിറ്റി കണക്കുകളുടെ ഓഡിറ്റ്. 243 ZA മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോണം ഈ ആർട്ടിക്കിളുകൾ കേട്ടോ. അടുത്തതാണ് പഞ്ചായത്ത് രാജ് കേരളത്തിൽ. കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്ന വർഷം 1962 ജനുവരി 1 കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1962 ജനുവരി 1. കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്ന വർഷം 1962 ജനുവരി 1. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷമാണ്. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് എന്നാണ്? അത് 73ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷമാണ്. എന്നാണ് 73ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത്? 1992 പക്ഷെ അത് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 കേരളത്തിൽ നിലവിൽ വന്നതോ 1994 ഏപ്രിൽ 23. ആ ഡേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ചോദിച്ചാൽ 1993 ഏപ്രിൽ 24 എന്നും ഓർത്തോണം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. പഞ്ചായത്ത് രാജ് നടപ്പാക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു. പഞ്ചായത്ത് രാജ് നടപ്പാക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? കെ കരുണാകരനായിരുന്നു. കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് 1994 മെയ് 30 സെൻ കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാര വികേന്ദ്രീകരണം ഫലവത്തായി നടപ്പിലാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. സെൻ കമ്മിറ്റിയെ നിയോഗിച്ചത് ആരാണ്? കേരള സർക്കാരാണ് സെൻ കമ്മിറ്റിയെ നിയോഗിച്ചത്. അംബേദ്കർ പറഞ്ഞൊരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിഭാഗീയതയിലും ജാതി വ്യവസ്ഥയിലും അധിഷ്ഠിതമായ ഗ്രാമീണ സമൂഹം പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ മഹത്തായ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തും. ആരാണ് പറഞ്ഞത്? അംബേദ്കറാണ് പറഞ്ഞത്. ജനസംഖ്യാനുപാതികമായി SC ST വിഭാഗങ്ങൾക്ക് സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും സംവരണം ഏർപ്പെടുത്താൻ കഴിയും. സംവരണം പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബാധകമാണ്. വനിതകൾക്ക് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളുടെ 1/3 SC ST വിഭാഗങ്ങൾക്ക് ഉള്ളതാണ്. 73-74 ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ 73-74 ഭേദഗതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ്, അതുപോലെ തന്നെ 74 എന്ന് പറയുമ്പോൾ അത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഞ്ചായത്ത് രാജിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കില്ല. ധൈര്യമായിട്ട് ഇത് കേട്ടിട്ട് ക്ലാസ് കേട്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഓൾ. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.